മുസ്ലിം ഒരു പള്ളിയിൽ കയറി നമ്മൾ കളിക്കാൻ പോയി അവർ വിടും. അവരെ പള്ളിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ഒരു പള്ളിയിൽ അച്ഛനെ തിരുവസ്ത്രം അയച്ചു, അത് ശരിയാണോ? പോലീസ് ആവട്ടെ, കളക്ടറാവട്ടെ, ആരായിരുന്നാലും അത് ഒരിക്കലും മതവിശ്വാസങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യാൻ സമയമില്ല. അമ്പലത്തിൽ കയറി ഒരിക്കലും അങ്ങനെ കളിക്കാൻ പറ്റില്ല. തെമ്മാടിയാണ് അവൻ. തെമ്മാടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ അന്വേഷിച്ച് അറിയാൻ തന്നെ അവനെക്കുറിച്ച് അന്വേഷണം എന്ന് പറഞ്ഞാൽ സ്ത്രീലമ്പടനാണ് അവൻ. പന്നെയാണ് അവൻ. ഈ നാട്ടിൽ തന്നെ ചെന്ന് ആട്ടമൊബൈൽ, കേരള ആട്ടമൊബൈൽ, ഈ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലുള്ള ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട്. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു മുസ്ലിം പള്ളിയിൽ കയറി ഇങ്ങനെ കളിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടാവുമോ? പള്ളിയായിരുന്നാലും അമ്പലമായിരുന്നാലും അവനവൻ്റെ വിശ്വാസം സംരക്ഷിക്കാനാണ് ഏവരും കൂട്ടുനിൽക്കേണ്ടതെന്നാണ് നെയ്യാറ്റിൻകരയിൽ ആറാലുമൂട്ടിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് മകൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു തരത്തിലും ആരെയും തങ്ങൾ അടുപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് മകൻ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംഗതി കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ജില്ലാ ഭരണകൂടം എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസം കല്ലറ പൊളിക്കാനുള്ള തീരുമാനവുമായി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് കനത്ത പ്രതിഷേധമുണ്ടായതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച് പിന്നീട് തീയതി നിശ്ചയിക്കാനായിരിക്കും പോവുക. പലരും വിഷയത്തെ മതപരമായ രീതിയിലേക്ക്, വർഗീയ ചേരിതിരിവിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമവും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ മകൻ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. ആ വാക്കുകളിലേക്ക്. സമാധി പീഠം പൊളിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും മരണം പറഞ്ഞാൽ നമ്മൾ പോരാടുന്നത്. അതായത് ഒരിക്കലും ഒരു സമാധി മണ്ഡപത്തിൽ ഇനി അത് ക്ഷേത്രമാണ്. യോഗീശ്വരനായിട്ട് ജ്വലിച്ച് നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ്. ഇനി സമാധി ക്ഷേത്രമാണ്. അത് 40 ദിവസം പൂജാതി കർമ്മങ്ങളോടുകൂടി ഇന്ന് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് സമാധിയുടെ പൂജാതി കർമ്മങ്ങളുണ്ട്. അപ്പോൾ 40 ദിവസം പൂർത്തിയാകുന്ന സമയത്ത് മഹാലിംഗ പ്രതിഷ്ഠ ചെയ്യാനാണ്. അപ്പോൾ ഈ സമാധി മണ്ഡപം ഇനി സമാധി ക്ഷേത്രമായി മാറുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കളിക്കാൻ ഒരു മതവിശ്വാസികളെ നമ്മൾ അനുവദിക്കുന്നില്ല. ബാക്കിയുള്ള വെളിയിൽ നിന്ന് വരുന്ന മുസ്ലിംസ് ആയിരുന്നാലും ആരായിരുന്നു, മുസ്ലിം ഒരു പള്ളിയിൽ കയറി നമ്മൾ കളിക്കാൻ പോയി അവർ വിടും. അവരെ പള്ളിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ഒരു പള്ളിയിൽ അച്ഛനെ തിരുവസ്ത്രം അയച്ചു, അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അത് ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആര് പെരുമാറിയിരുന്നാലും, അത് പോലീസ് ആവട്ടെ, കളക്ടറാവട്ടെ, ആരായിരുന്നാലും അത് ഒരിക്കലും മതവിശ്വാസങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യാൻ സമയമില്ല. അമ്പലത്തിൽ കയറി ഒരിക്കലും അങ്ങനെ കളിക്കാൻ പറ്റില്ല. അവരെ പള്ളിയിൽ കയറി എപ്രകാരമാണോ കളിക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ കയറി ഒന്നും അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ആരെന്ത് പറഞ്ഞാലും അമ്പലത്തിൽ കയറി ഒരു കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇനി എന്ത് പ്രശ്നം വന്നിരുന്നാലും ശരിയാണ്, നമ്മൾ മരണം വരെ അത് പോരാടുക തന്നെ ചെയ്യും. ശരിക്കും സമാധി പൂജ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആചാരമാണ്? എന്താണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ സമാധി സമയം മുതൽ ഉള്ള ദിവസമാണ് കുറിക്കുന്നത്. അതായത് അന്ന് സ്വർഗവാതിൽ ഏകാദശിയായിരുന്നു. അച്ഛൻ ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നത്. അതായത് അച്ഛനാണ് ഈ ക്ഷേത്രം വെച്ചിട്ട് ഷടാധാരലിംഗ മഹാലിംഗ പ്രതിഷ്ഠ ചെയ്തത്. അച്ഛൻ ക്ഷേത്രത്തിലെ ആചാര്യ ഗുരുവാണ്. അപ്പോൾ ഒരുപാട് മഹാസമാധികൾ കണ്ടിട്ടുള്ളതാണ്. അച്ഛൻ്റെ കോമ്പൈ ഗുരുവാണ്. അച്ഛൻ്റെ കോമ്പൈ ഗുരു എന്ന് പറഞ്ഞാൽ ഈത്താമൊഴി എന്ന് പറയും, തമിഴ്നാട് നാഗർകോവിൽ കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. അച്ഛൻ അവിടെ സമാധി ചടങ്ങുകളും കാര്യങ്ങളും ഒരുപാട് സമാധി സ്ഥലങ്ങളും ദർശിച്ചിട്ടുണ്ട്, സമാധി ചടങ്ങുകളും ചെയ്തിട്ടുണ്ട്. അത് അച്ഛൻ എല്ലാം എനിക്ക് സമാധിയുടെ എങ്ങനെയൊക്കെയാണ് ചടങ്ങുകളെന്നെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മരുത്തോമല സ്വന്തമായിട്ട് അച്ഛന് കോമ്പൈ സിദ്ധാശ്രമമുണ്ട്. ഇന്ന് കണ്ട നാളത്തെ സന്യാസി അല്ല ഇത്. 16 വയസ്സ് മുതൽ അച്ഛൻ സന്യാസി യോഗത്തിലേക്ക് പോയ ആളാണ്. അപ്പം സ്വന്തമായിട്ട് അമ്മ മരുത്തോമലയിൽ സമാധി കോമ്പൈ സിദ്ധാശ്രമമുണ്ട്. അവിടെ അച്ഛന് സ്വന്തമായിട്ട് അത് ആശ്രമം ഇപ്പോൾ അയ്യാവേണ്ട സിദ്ധാശ്രമത്തിന് ധ്യാനത്തിന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം മരുത്തോമല ചെന്നത് ഗോപൻ സ്വാമി ആരെന്ന് കേട്ട് ആരും പറഞ്ഞു തരും. എല്ലാവർക്കും അറിയാം. അവിടുത്തെ എല്ലാ ആശ്രമവാസികൾക്കും അവർക്കറിയാം. അച്ഛൻ അറിയാത്ത അവിടെ ആരുമില്ല. അപ്പം അച്ഛൻ അങ്ങനെ ഈ പ്രതിഷ്ഠകൾ കഴിഞ്ഞ് അച്ഛൻ അങ്ങനെ സമാധിയുടെ ലക്ഷണത്തിൽ പോയി ആ പറഞ്ഞ സമയത്ത് ചെന്ന് സമാധിയായി. അത് കഴിഞ്ഞിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ അന്ന് മുതൽ നടക്കുകയാണ്. അപ്പോൾ അന്ന് മുതൽ അച്ഛൻ്റെ ആ വ്യാഴാഴ്ച ദിവസം അന്ന് മുതൽ തുടങ്ങി ഈ ബ്രാഹ്മ മുഹൂർത്തമായി തീരുന്ന ദിവസം മുതലുള്ള സമാധി 41 ദിവസം എന്നാണ് പൂർത്തിയാക്കുന്നത്. അന്ന് ഈ സമാധിയുടെ പൂജാതി കർമ്മങ്ങളെല്ലാം, ഈ സമാധി ഇരുത്തുന്നുള്ള പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞു. അല്ലാതെ ബാക്കി ഇനി അടുത്ത് വരുന്ന ലിംഗപ്രതിഷ്ഠ ചടങ്ങുകളൊക്കെ ഒരുപാടുണ്ട് ഇതിനകത്ത്. അത് ആചാര അനുഷ്ഠാനങ്ങളും താന്ത്രിക വിധി പ്രകാരമുള്ള എല്ലാ പൂജാതി കർമ്മങ്ങളും ചെയ്ത് ലിംഗപ്രതിഷ്ഠ ചെയ്യും. ആ ലിംഗപ്രതിഷ്ഠ എന്നാണ്? അത് 41 ദിവസം പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നവകപഞ്ചഗവ്യ കലശ പൂജ എല്ലാം കഴിച്ച് അതിൻ്റെ ശുദ്ധികർമ്മങ്ങളും എല്ലാം ചെയ്ത് പിന്നെ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പരാതിപ്പെട്ട ഒരു നാട്ടുകാരനുണ്ട്, അപ്പോൾ ആളെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും പരാതിപ്പെട്ട നാട്ടുകാരനെന്ന് പറഞ്ഞാൽ ശുദ്ധ ഒരു
തെമ്മാടിയാണ് അവൻ. തെമ്മാടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ അന്വേഷിച്ച് അറിയാൻ തന്നെ അവനെക്കുറിച്ച് അന്വേഷണം എന്ന് പറഞ്ഞാൽ സ്ത്രീലമ്പടനാണ്. അവൻ പന്നെയാണ്. അവൻ ഈ നാട്ടിൽ തന്നെ ചെന്ന് ആട്ടോമൊബൈൽ കേരള ആട്ടോമൊബൈൽ ഈ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലുള്ള ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് അവൻ അത്ര അതിശയവുമായിട്ട് ഒരു ഈ സ്ത്രീലമ്പടനാണ് അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നാട്ടുകാരെടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ടും അയാളെക്കുറിച്ച് പറഞ്ഞു തരും. അയാളുടെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരും. അത്ര പന്നെയാണ്. ആ കുടുംബം തന്നെ ഒരു നാറി കുടുംബമാണ്. അത് ആ ഒരു എന്ത് പറയാം, എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ ക്ഷേത്രപൂജാരിയാണ്, ആ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും അവനെക്കുറിച്ച് അത്രയ്ക്ക് അവൻ ഒരു പരാതി തന്നെന്ന് പറഞ്ഞു. അവനെക്കുറിച്ച് നമുക്കും പരാതികൾ ഒരുപാടുണ്ട്, തിരിച്ചു കൊടുക്കും. അവനെതിരെ നമ്മൾ പരാതി ചെയ്യും, അതിലൊരു മാറ്റമില്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം? ആ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമുണ്ട്. അത് ഈ ക്ഷേത്ര നടവര, പുള്ളിയുടെ വീട് താത്തൊട്ട് വരെയാണ്. ക്ഷേത്ര നടവര അമ്പലം വന്നപ്പോൾ ഇതിന് പണ്ട് മതിലില്ലായിരുന്നു, ഇവിടെ നാലമ്പലത്തിൻ്റെ മതിലില്ലായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ കൂടെ അവന് റോഡ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യമാണ് അവൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനും അവൻ്റെ കുടുംബവും അവൻ്റെ മക്കളടക്കമുള്ള കുടുംബം അവന്മാർ കളിയാക്കുക, ആഭാസം പറയുക, ചുമ്മാ അങ്ങോട്ട് പോകുമ്പോൾ അവന് ചീത്ത വിളിക്കുക, ചുമ്മാ വായിൽ തോന്നണ ചീത്തയൊക്കെ അവന് വിളിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഭാസ്യപരമായിട്ട് ഒരു എന്ത് പറയാം, ഒരു തെമ്മാടി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവൻ ചെയ്യുന്നത്. മനസ്സിലായില്ല? അങ്ങനെയുള്ള ഒരു പരാതി കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഭരണകൂടം നിങ്ങൾക്കെതിരായിട്ടൊരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള മറ്റു നീക്കങ്ങൾ? ഭരണഘടന അങ്ങനെ എന്ത് എന്നാലും ശരി തന്നെ, അത് മരണം വരെ അത് ഒരിക്കലും എൻ്റെ മൃത്യു സംഭവിച്ചിട്ടേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. മനസ്സിലായില്ല? അങ്ങനെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രാണാഹുതി ചെയ്യേണ്ടി വന്നിരുന്ന ശരി തൊടാൻ സമ്മതിക്കത്തില്ല. അമ്പലത്തിൽ കയറി കളിക്കാൻ ആരെക്കൊണ്ട് തൊടാൻ പറ്റത്തില്ല. അവർ അമ്പലം വയ്ക്കുക പറഞ്ഞാൽ ഹിന്ദു ആചാരങ്ങളാണ്. അപ്പോൾ ഭാരതീയ സാംസ്കാരികമാണ്, സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാതികരണങ്ങളും എല്ലാം ഉള്ളത് അമ്പലമാണത്. അപ്പോൾ ഹിന്ദുവിൻ്റെ അടുത്ത് കയറി കളിക്കാൻ അങ്ങനെ സമ്മതിക്കുമോ നമ്മൾ? ഒരിക്കലും സമ്മതിക്കത്തില്ല. അത് ഒരിക്കലും അങ്ങനെ അതൊരു പള്ളിയിൽ കയറിയിട്ട് അവിടെ ഇപ്പോൾ തക്കാപ്പള്ളിയിൽ ഇരിക്കുന്നു, പിന്നെ അവിടെ ചെന്ന് സമാധി അവിടെ ഇരിക്കുന്ന ഇതുണ്ട്, കവറുണ്ട്, അവരെ കുത്തിപ്പൊളിച്ച് നാളെ ഞാൻ പറയണ ചെന്ന് നിങ്ങളൊന്ന് കുത്തിപ്പൊളിച്ച് എനിക്ക് നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ പരാതി എഴുതി കൊടുത്താൽ അവർ സമ്മതിക്കുമോ? ഈ തക്കാപ്പള്ളിയിൽ സമ്മതിക്കുമോ പലരും? അവരെന്ത് ചെയ്യും? അതുപോലെ എൻ്റെ സമാധി ചടങ്ങ് പിന്നെ വച്ചിരിക്കുന്നിടത്ത് കുത്തിപ്പൊളിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അവരെന്തൊരു അടിസ്ഥാനത്തിലാണ് കളക്ടർ ഇങ്ങനെ ഓർഡർ ആവശ്യമില്ലാതെ ഇടുന്നത്, അല്ലെങ്കിൽ പോലീസ് അത് നടക്കാത്ത കാര്യം. പിന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം, ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് നാട്ടുകാർ അവർക്ക് അറിയണ കാര്യമാണ് പറഞ്ഞ സമാധിയായെന്ന്. എന്ത് സംഭവിച്ചെന്ന് അത് തന്നെ മലയാളത്തിൽ പറഞ്ഞ സമാധിയായെന്ന്. അവർക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ അത് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലായെങ്കിൽ ബാക്കി ഒരുപാട് 18 ഭാഷകളുണ്ട്, ഒരുപാടുണ്ട്. ഭാഷകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതായത് മനസ്സിലാക്കണം, അവർ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായെങ്കിൽ അവർക്ക് അത്ര ബോധങ്ങളില്ല. അതായത് എന്താണ് സമാധി പോലും നാട്ടുകാർക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞ് ക്ഷേത്രം എന്തെന്നറിയാമോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. ക്ഷയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം. ത്രമാണ് അതായത് ഇത്രയുണ്ട്. ഒരു ക്ഷേത്രം എന്തെന്ന് അറിഞ്ഞൂടാത്തവരെ എങ്ങനെ സമാധിയെക്കുറിച്ച് അറിയും? സമാധി എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ലയിക്കുന്ന അവസ്ഥയാണ് സമാധി. അതുപോലെ അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ ഹിന്ദു വിശ്വാസികളെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദു തലമുറയ്ക്ക് ഇനി പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. ഒരു സന്യാസിക്ക് സമാധി ആവണ്ടേ? ഒരു സന്യാസി ഇനി ഉണ്ടായ അയാൾക്ക് സമാധി ആവണ്ടേ? അയാളെ സമാധി എല്ലാവർക്കും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും? അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. സമാധി എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ലയിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഷടാധാര ലിംഗപ്രതിഷ്ഠ ചെയ്യുന്നു. ലിംഗപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ക്ഷേത്രതന്ത്രിയും ക്ഷേത്ര മേൽശാന്തി മാത്രമേ ആ ശ്രീകോവിലിനുള്ളിൽ കാണാൻ പാടുള്ളൂ. ഗർഭഗൃഹത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ കാണാൻ പാടുള്ളൂ. അല്ലാതെ ഈ വെളിയിലുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല. പ്രതിഷ്ഠ കഴിഞ്ഞ് അഷ്ടബന്ധം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ മുഹൂർത്തത്തിന് ദർശനം കൊടുക്കാവൂ, അല്ലാതെ കൊടുക്കാൻ പാടില്ല. അതുപോലെയാണ് സമാധി. ഈശ്വരനുമായിട്ട് ശക്തിയും ശിവനും ലയിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരിക്കലും അങ്ങനെ ആ സമയത്ത് ദർശനങ്ങളോ അല്ലെങ്കിൽ തൊടാൻ പാടില്ലോ, അങ്ങനെ ഒന്നും പാടില്ല. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലൊരു വിഗ്രഹം ഇരിക്കുന്നു, അതിൽ കയറി ആരെങ്കിലും തൊടാൻ സമ്മതിക്കുമോ? അതുപോലെയാണ് സമാധി. അത്ര ചൈതന്യമുള്ളതാണ്. അപ്പോൾ ഒരു തോന്നും പോലെ കൊണ്ടുവന്ന് ഡോക്ടർമാരെയും അതുവരെയും കൊണ്ടുവന്ന് അശുദ്ധിയാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. എന്താണ് ശരിക്കും നടന്നിരിക്കുന്നതെന്നും അതിന്റെ നിയമവശങ്ങൾ കൂടി കുടുംബത്തോട് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് വീണ്ടും നടത്തുക. പോലീസ് റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം ഒരു തീരുമാനമെടുക്കും. ഏതൊരു സ്ഥലത്തും അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് ഇവിടെയും കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് സബ് കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. കല്ലറ പൊളിക്കാൻ തീരുമാനമായതോടെ തിങ്കളാഴ്ച നാട്ടുകാരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും തമ്മിലൊക്കെ തന്നെ തർക്കമുടലെടുത്ത സാഹചര്യമുണ്ടായി. ഇരുഭാഗത്തെയും പോലീസ് സ്ഥലത്തു നിന്ന് മാറ്റാനും ശ്രമിച്ചു. പക്ഷേ രണ്ട് കൂട്ടരും തമ്മിൽ സംഘർഷ സാധ്യത ഉണ്ടായി. കല്ലറ പൊളിക്കാനായിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടില്ലെന്നും കുടുംബത്തിന്റെ കൈവശമുള്ള പൂജകൾ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കല്ലറ പൊളിക്കാനായി കഴിയില്ല എന്നും ഒരു വിഭാഗം വാദം ഉയർത്തി നിൽക്കുകയാണ്. എന്നാൽ നാട്ടുകാരാകട്ടെ കടുത്ത അമർഷം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി കല്ലറ പൊളിക്കുമോ അതോ ഗോപൻ സ്വാമിയുടെ സമാധിയെ ജില്ലാ ഭരണകൂടം അംഗീകരിക്കുമോ? ഇക്കാര്യം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 9-ാം തീയതി രാവിലെ മുതൽ ഗോപൻ സ്വാമിയുടെ വീട്ടിൽ നടന്ന ദുരൂഹവും ആത്മീയയുടെ പരകോടിയിൽ എത്തി എന്ന് വിശ്വസിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ
മകൻ രാജസേനൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവിശ്വസിക്കുകയോ ഏതിലേക്ക് എത്തണമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയം തന്നെയാണ് ഇപ്പോഴുള്ളത്. പോലീസും നാട്ടുകാരും ജില്ലാ ഭരണകൂടവും കുഴഞ്ഞിരിക്കുകയാണ്. സ്വന്തം അച്ഛനെ സമാധിയിരുത്തി അച്ഛൻ്റെ പ്രാണൻ പോകുന്നത് നോക്കി നിന്ന മകൻ്റെ വാക്കുകൾ അതിനെ വിശ്വസിക്കണമോ? ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങളും നിയമസംരക്ഷകരും ഒക്കെ തന്നെ ഇതൊക്കെ കേട്ടു നിൽക്കാനുള്ള ക്ഷമ കാണിച്ചു എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് പോലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.